രാത്രി ആകാശത്തിൽ തിളങ്ങി നിൽക്കുന്ന ചന്ദ്രനെ കാണാൻ അത്യധികം മനോഹരമാണ്. അതിന് പൂർണ്ണചന്ദ്രനായിരുന്നാലും അർദ്ധചന്ദ്രനായിരുന്നാലും അതിൻ്റെ മനോഹാരിത അതുല്യമാണ്. എന്നാൽ ചന്ദ്രനു പകരം അതിൻ്റെ സ്ഥാനത്തിൽ സൗരയൂഥത്തിലുള്ള മറ്റ് ഗ്രഹങ്ങളെ വയ്ക്കുകയാണെങ്കിലോ? ജൂപ്പിറ്ററും പ്ലൂട്ടോയുമൊക്കെ ആകാശത്തിൽ ഉദിച്ചു നിൽക്കുന്നത് കാണാൻ തീർച്ചയായും ഒരു അത്ഭുതം തന്നെയായിരിക്കും. ഏതോ അന്യഗ്രഹത്തിൽ നിൽക്കുന്നത് പോലത്തെ പ്രതീതിയായിരിക്കും അപ്പോൾ നമുക്കുളവാകുന്നത്. പക്ഷേ അത്ഭുതത്തിന് പുറമെ ചന്ദ്രനെ മാറ്റി മറ്റ് ഗ്രഹങ്ങളെ സ്ഥാപിക്കുമ്പോൾ ഭൂമിയിൽ കാര്യമായ പല മാറ്റങ്ങളും സംഭവിക്കും. ചില ഗ്രഹങ്ങൾ ഭൂമിയിൽ ഘോരമായ സുനാമികൾ ഉണ്ടാക്കും. മറ്റു ചില ഗ്രഹങ്ങൾ ഭൂമിയുടെ ഭ്രമണപഥം മാറ്റിമറിക്കും. എന്നാൽ ചില ഗ്രഹങ്ങൾ ഭൂമിയെ മുഴുവനായും നശിപ്പിക്കും. ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളുള്ള ഒരു സങ്കീർണമായ സാഹചര്യമായിരിക്കും ഇത്. അപ്പോൾ ചന്ദ്രനെ മാറ്റി അതിൻ്റെ സ്ഥാനത്തിൽ സൗരയൂഥത്തിലെ മറ്റു ഗ്രഹങ്ങളെ സ്ഥാപിക്കുകയാണെങ്കിൽ അവ എങ്ങനെയായിരിക്കും നമ്മുടെ ആകാശത്തിൽ കാണപ്പെടുന്നതെന്നും അത് കാരണം ഭൂമിയിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്നും നമുക്ക് നോക്കാം. രാത്രി ആകാശത്തിനെ മനോഹരമാക്കുന്നതിലുപരി ഭൂമിക്കും ഭൂമിയിലെ ജീവനും വളരെയേറെ പ്രധാനപ്പെട്ടതാണ് ചന്ദ്രൻ. പല ജീവികളും, അതിൽ പ്രധാനമായും പക്ഷികൾ, ദേശാന്തര ഗമനം നടത്താനും ഗതി നിയന്ത്രണം ചെയ്യാനും ചന്ദ്രനെയാണ് ഉപയോഗിക്കുന്നത്. ഒരു വിഭാഗം ജീവികളാണെങ്കിൽ ചന്ദ്രന്റെ സൈക്കിളിനെ അടിസ്ഥാനമാക്കിയാണ് പ്രത്യുൽപാദനം നടത്തുന്നത്. ജീവജാലങ്ങൾക്കും ആവാസ വ്യവസ്ഥകൾക്കും അത്യധികം പ്രധാനപ്പെട്ടതാണ് തിരമാലകൾ. ചന്ദ്രന്റെ ഗ്രാവിറ്റിയാണ് ഭൂമിയിൽ തിരമാലകൾ ഉണ്ടാക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാന കാരണം. ഏകദേശം 23 ഡിഗ്രിയാണ് ഭൂമിയുടെ ചരിവ്. ആ ചരിവിനെ കൃത്യമായി നിയന്ത്രിക്കുന്നത് ചന്ദ്രനാണ്. ഈ ചരിവ് കാരണമാണ് ഭൂമിയിൽ ക്രമമായ ഋതുകാലങ്ങൾ ഉണ്ടാകുന്നത്. ചന്ദ്രനില്ല എങ്കിൽ ഋതുകാലങ്ങളെല്ലാം തികച്ചും അപ്രതീക്ഷിതമാവുകയും അതിതീവ്രമാവുകയും ചെയ്യും. പലരും നിസ്സാരമെന്ന് കരുതുന്ന ചന്ദ്രൻ യഥാർത്ഥത്തിൽ ഭൂമിയിലെ ജീവന് വളരെയേറെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. പക്ഷേ ഒരു കൗതുകത്തിനു വേണ്ടി നമുക്ക് ചന്ദ്രനെ അവിടെ നിന്നും മാറ്റി അതിനു പകരം അതിൻ്റെ സ്ഥാനത്തിൽ സോളാർ സിസ്റ്റത്തിലെ ഗ്രഹങ്ങളെ സ്ഥാപിക്കാം. ആദ്യം പണ്ടൊരു കാലത്തിൽ ഗ്രഹമാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടിരുന്ന പ്ലൂട്ടോയെ ചന്ദ്രന്റെ സ്ഥാനത്തിൽ വെച്ച് നോക്കാം. ഭൂമിയിൽ നിന്നും ശരാശരി 4 ലക്ഷം കിലോമീറ്ററുകൾക്കകലെയാണ് ചന്ദ്രൻ നിലനിൽക്കുന്നത്. ഇതേ ദൂരത്തിലാണ് പ്ലൂട്ടോയെ സ്ഥാപിക്കാൻ പോകുന്നത്. പ്ലൂട്ടോയെ മാത്രമല്ല, ഇനി പറയാൻ പോകുന്ന എല്ലാ വസ്തുക്കളെയും അതേ ദൂരത്തിലായിരിക്കും വയ്ക്കുന്നത്. നമ്മുടെ ചന്ദ്രന്റെ 65% വലിപ്പം മാത്രമേ പ്ലൂട്ടോയ്ക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ആകാശത്തിൽ അതിന് ചന്ദ്രനേക്കാൾ വലിപ്പം കുറവായിരിക്കും. പക്ഷേ അതിന് ചന്ദ്രനേക്കാൾ കൂടുതൽ ആൽബീഡോയുണ്ട്. ഒരു ബഹിരാകാശ വസ്തുവിൽ വന്ന് പതിക്കുന്ന സൂര്യപ്രകാശത്തിൽ എത്ര ശതമാനം പ്രകാശത്തിനെയാണ് അതിൻ്റെ ഉപരിതലം തിരിച്ച് പ്രതിഫലിപ്പിക്കുന്നത് എന്നതിൻ്റെ അളവാണ് ആൽബീഡോ. ചന്ദ്രന്റെ ആൽബീഡോ എന്നത് ഏകദേശം 14%. എന്നാൽ പ്ലൂട്ടോയ്ക്കാണെങ്കിൽ അത് 52% കൂടുതലുമാണ്. അതുകൊണ്ട് തന്നെ പ്ലൂട്ടോ നമ്മുടെ ആകാശത്തിൽ ചന്ദ്രനേക്കാൾ പ്രകാശപൂരിതമായി തിളങ്ങി നിൽക്കും. പ്ലൂട്ടോയുടെ ഉപരിതലത്തിലെ ഹാർട്ടിന്റെ ആകൃതിയിലുള്ള ഘടന ഭൂമിയിൽ നിന്ന് നേരിട്ട് കാണാൻ വളരെ കൗതുകകരമായിരിക്കും. പക്ഷേ നിർഭാഗ്യവശാൽ ചന്ദ്രന്റെ 38% ഗ്രാവിറ്റി മാത്രമേ പ്ലൂട്ടോയ്ക്കുള്ളൂ. അതുകൊണ്ട് ഭൂമിയിലെ തിരമാലകളൊക്കെ തീരെ ദുർബലമാകും. അതുപോലെ തന്നെ ഭൂമിയുടെ കറക്കത്തിനെയും ചരിവിനെയും അത് കാര്യമായി ബാധിക്കും. അത് കാരണം ചിലപ്പോൾ തീവ്രമായ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടായേക്കാം. തീരപ്രദേശങ്ങളെ ആശ്രയിച്ചു ജീവിക്കുന്ന പല ജീവജാലങ്ങൾക്കും കാലക്രമേണ വംശനാശം സംഭവിച്ചേക്കാം. ചന്ദ്രനേക്കാൾ 28% കൂടുതൽ വലിപ്പമുള്ള വസ്തുവാണ് സോളാർ സിസ്റ്റത്തിലെ 1ാമത്തെ ഗ്രഹമായ മെർക്കുറി. വലിപ്പം മാത്രമല്ല, ചന്ദ്രന്റെ പല മടങ്ങ് ഗ്രാവിറ്റിയും മെർക്കുറിക്കുണ്ട്. അപ്പോൾ ചന്ദ്രനെ മാറ്റി മെർക്കുറിയെ വയ്ക്കുകയാണെങ്കിൽ 1ാമത്തെ പ്രശ്നം ഭൂമിയിലെ വേലിയേറ്റവും വേലിയിറക്കവും കൂടുതൽ ശക്തമാകും. അതിനു പിന്നാലെ രൂക്ഷമായ കാലാവസ്ഥാ വ്യതിയാനങ്ങളും ഘോരമായ പ്രകൃതിക്ഷോഭങ്ങളും ഉണ്ടാകും. പക്ഷേ പ്രധാന പ്രശ്നമെന്നത് ഭൂമിയുടെ കറക്കത്തിന്റെ വേഗത ശകലം കുറയും. അത് പക്ഷേ പെട്ടെന്ന് സംഭവിക്കില്ല. പകരം ഒരുപാട് കാലങ്ങളെടുക്കും. അതുപോലെ ഭൂമിയുടെ ചരിവും കൂടുതലാകും. കാലാവസ്ഥയിലും ഭൂമിയുടെ ചരിവിലും വന്ന വ്യത്യാസം കാരണം കാലക്രമേണ ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞുപാളികൾ ഉരുകുകയും ജലപ്രളയങ്ങൾ ഉണ്ടാവുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതും ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞ് സംഭവിക്കുന്ന പ്രത്യാഘാതങ്ങളാണ്.
ഒരു രസകരമായ കാര്യം എന്താണെന്നാൽ ചന്ദ്രന്റെ സ്ഥാനത്തിൽ മെർക്കുറിയെ വെക്കുമ്പോൾ ആകാശത്തിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും നമ്മൾ കാണില്ല. ചന്ദ്രനെ മാറ്റിയത് പോലും ഒരുപക്ഷെ നമ്മൾ ശ്രദ്ധിക്കുകയില്ല. കാരണം മെർക്കുറിയുടെയും ചന്ദ്രന്റെയും ഉപരിതലം ഏകദേശം ഒരുപോലെയാണ്. രണ്ട് വസ്തുക്കൾക്കും അന്തരീക്ഷമില്ല. അതുപോലെ ഇവയുടെ ഉപരിതലത്തിൽ ധാരാളം ആസ്ട്രോയിഡ് ക്രേറ്റേഴ്സ് കാണാം. ആൽബീഡോയും ഏകദേശം സമാനമാണ്. അതിനു പുറമെ നിറവും ഏകദേശം തുല്യമാണ്. വേണമെങ്കിൽ സൗരയൂഥത്തിലെ ചന്ദ്രന്റെ അപരനാണ് മെർക്കുറി എന്ന് പറയാം. അതുകൊണ്ട് ചന്ദ്രനെ കുറച്ചുകൂടെ വലിപ്പത്തിൽ കാണുന്നതായിട്ടും ചന്ദ്രൻ കുറച്ചുകൂടെ തിളങ്ങി നിൽക്കുന്നതായിട്ടും മാത്രമേ നമുക്ക് തോന്നുകയുള്ളൂ. അതിനാൽ ചന്ദ്രനു പകരം വയ്ക്കാൻ സൗരയൂഥത്തിലുള്ള ഏറ്റവും ഉത്തമമായ ഒരേ ഒരു ഗ്രഹം മെർക്കുറി മാത്രമാണ്. ചന്ദ്രൻ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ രാത്രി ആകാശത്തിലെ ഏറ്റവും ശോഭയേറിയ രണ്ടാമത്തെ വസ്തുവാണ് സൗരയൂഥത്തിലെ രണ്ടാമത്തെ ഗ്രഹമായ വീനസ്. 70% ഇതിന്റെ ആൽബീഡോ. എന്നുവെച്ചാൽ ചന്ദ്രനേക്കാൾ 60% കൂടുതൽ പ്രകാശം വീനസ് പ്രതിഫലിപ്പിക്കും. സൗരയൂഥത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രകാശം പ്രതിഫലിപ്പിക്കുന്ന വസ്തുക്കളിൽ ഒന്നാണ് വീനസ്. അതിന്റെ കാരണം വീനസിന്റെ അന്തരീക്ഷത്തിലുള്ള സൾഫ്യൂരിക് മേഘപടലങ്ങളാണ്. അതുകൊണ്ട് ചന്ദ്രന്റെ സ്ഥാനത്തിൽ വീനസിനെ വെച്ചാൽ അത് നമ്മുടെ ആകാശത്തിൽ അത്യധികം പ്രദീപ്തമായി തിളങ്ങി നിൽക്കും. രാത്രി സമയം പിന്നെ അന്ധകാരമായിരിക്കില്ല. അതുമാത്രമല്ല വീനസിന് ചന്ദ്രന്റെ 3.5 മടങ്ങ് വലിപ്പവുമുണ്ട്. അതുകൊണ്ട് സന്ധ്യാസമയത്തിൽ ലഭിക്കുന്നതിന്റെ അത്ര പ്രകാശം പിന്നെ നമുക്ക് രാത്രിയിലും ലഭിക്കും. മെർക്കുറി കാരണം ഭൂമിയിലുണ്ടായ പ്രശ്നങ്ങളെല്ലാം വീനസ് കാരണവും ഉണ്ടാകും. പക്ഷേ അത് പല മടങ്ങ് തീവ്രമായിട്ടായിരിക്കും ഉണ്ടാകുന്നത്. വലിപ്പത്തിന്റെയും മാസിന്റെയും കാര്യത്തിൽ വീനസും ഭൂമിയും ഏകദേശം സമമാണ്. ഭൂമിയുടെ ഇരട്ട സഹോദരി എന്നാണ് വീനസിനെ വിശേഷിപ്പിക്കുന്നത് പോലും. അതുകൊണ്ട് വീനസ് ഭൂമിയുടെ ഉപഗ്രഹമായിരിക്കില്ല. പകരം വീനസും ഭൂമിയും ഒരു ബൈനറി സിസ്റ്റമായിട്ട് മാറും. എന്നുവെച്ചാൽ അവയ്ക്കിടയിലുള്ള ഒരു പൊതുവായ കേന്ദ്രബിന്ദുവിനെ ആസ്പദമാക്കി അവ പരസ്പരം വലം വയ്ക്കും. പക്ഷേ ഇത് അധിക കാലം തുടരാനുള്ള സാധ്യതയില്ല. എന്തെന്നാൽ ബൈനറി സിസ്റ്റങ്ങളിലുള്ള വസ്തുക്കൾ സാധാരണഗതിയിൽ കാലക്രമേണ പരസ്പരം കൂട്ടിയിടിക്കും. പക്ഷെ അതിനൊരുപാട് കാലങ്ങളെടുക്കും. ഭൂമിക്ക് തുല്യമായ മറ്റൊരു ഭൂമിയെ ചന്ദ്രന്റെ സ്ഥാനത്തിൽ വെച്ചാലും ഇത് തന്നെയായിരിക്കും അവസ്ഥ. സൗരയൂഥത്തിലെ 4ാമത്തേതും അവസാനത്തേതുമായ റോക്കി പ്ലാനറ്റാണ് മാഴ്സ്. 15% മാഴ്സിന്റെ ആൽബീഡോ. അതായത് ചന്ദ്രനേക്കാൾ കുറച്ചുകൂടി തിളക്കമാർന്ന വസ്തുവാണ് മാഴ്സ്. അതുമാത്രമല്ല ചന്ദ്രന്റെ ഇരട്ടി വലിപ്പവുമുണ്ട്. അപ്പോൾ മാഴ്സിനെ ചന്ദ്രനു പകരം വെച്ചാൽ അത് നമ്മുടെ ആകാശത്തിൽ ചന്ദ്രനേക്കാൾ പ്രകാശപൂരിതമായിരിക്കും. പക്ഷേ വെള്ളപ്രകാശത്തിനു പകരം ചുവന്ന പ്രകാശമായിരിക്കും വരുന്നത്. മാഴ്സിന്റെ ഉപരിതലത്തിലുള്ള അയൺ ഓക്സൈഡ് കാരണമാണ് മാഴ്സിന് ചുവന്ന നിറമുള്ളത്. അപ്പോൾ സാധാരണ പ്രകാശത്തിനു പകരം രാത്രി ലോകം മുഴുവൻ ചുവന്ന പ്രകാശം കൊണ്ട് നിറയും. അതൊരു തരത്തിൽ ഭയാനകം തന്നെയായിരിക്കും. അതായത് ഏകദേശം സ്ട്രേഞ്ചർ തിങ്സിൽ കാണുന്നത് പോലെ. തിരമാലകളെല്ലാം അതിശക്തമാകും. തീരപ്രദേശങ്ങളിലുള്ളവരുടെ കഷ്ടകാലമായിരിക്കും അത്. മാഴ്സിന്റെ ഗ്രാവിറ്റിയും ഭൂമിയുടെ കറക്കത്തിന്റെ വേഗത കുറയ്ക്കും. അപ്പോൾ ദിവസങ്ങളുടെ ദൈർഘ്യം വർദ്ധിക്കും. പക്ഷേ അതൊക്കെ സംഭവിക്കുന്നത് പല ദശലക്ഷക്കണക്കിന് വർഷങ്ങളുടെ സമയം കൊണ്ടായിരിക്കും. കാലക്രമേണ ഒരുപക്ഷെ മാഴ്സും ഭൂമിയും തമ്മിൽ ഒരു ബൈനറി സിസ്റ്റം ആകാനും സാധ്യതയുണ്ട്. മാഴ്സിനെ ചന്ദ്രന്റെ സ്ഥാനത്തിൽ വെക്കുന്നത് കൊണ്ട് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാകുന്നത് ചിലപ്പോൾ ഇലോൺ മസ്കിനായിരിക്കും. എന്തായാലും ഇതുവരെ പറഞ്ഞ വസ്തുക്കളൊന്നും ലോകത്തിനെ പൂർണ്ണമായും നശിപ്പിക്കില്ല. എന്നാൽ ഇനി പറയാൻ പോകുന്ന ഗ്രഹങ്ങളെല്ലാം ഭൂമിയുടെ നിലനിൽപ്പിന് പോലും ആപത്തായിരിക്കും. സൗരയൂഥത്തിലെ അവസാനത്തെ ഗ്രഹങ്ങളായ യുറാനസും നെപ്റ്റ്യൂണും ഏകദേശം സമാനമായ വലിപ്പവും മാസുമുള്ള ഗ്രഹങ്ങളാണ്. അതിനാൽ തന്നെ ചന്ദ്രനു പകരം ഇവയിൽ ഏതു ഗ്രഹത്തിനെ വെച്ചാലും ഒരേപോലെയായിരിക്കും അത് ഭൂമിയെ ബാധിക്കുന്നത്. ഇതിന്റെ ആൽബീഡോ ഏകദേശം 30%. അതുമാത്രമല്ല ഇതിനെ ചന്ദ്രന്റെ സ്ഥാനത്തിൽ വെച്ചാൽ ചന്ദ്രൻ കാണപ്പെടുന്നതിന്റെ 18 മടങ്ങിൽ കൂടുതൽ വലിപ്പത്തിലായിരിക്കും ഇവ നമ്മുടെ ആകാശത്തിൽ കാണപ്പെടുന്നത്. അപ്പോൾ രാത്രി സമയങ്ങളിൽ സന്ധ്യാസമയങ്ങളേക്കാൾ പ്രകാശമുണ്ടായിരിക്കും. നല്ല മനോഹരമായ നീല വെളിച്ചത്തിലായിരിക്കും ഇവയെ കാണുന്നത്. രാത്രിയിൽ മാത്രമല്ല പകൽ സമയത്തിൽ പോലും വളരെ സ്പഷ്ടമായിട്ട് തന്നെ അവ നമ്മുടെ ആകാശത്തിൽ തിളങ്ങി നിൽക്കും. ആ വിസ്മയം കാണാൻ ശരിക്കും അത്ഭുതമായിരിക്കും. പക്ഷേ പ്രശ്നം എന്താണെന്നാൽ പിന്നെ ഭൂമി ഒരു ഗ്രഹമായിരിക്കില്ല. പകരം ഈ ഗ്രഹങ്ങളുടെ ഉപഗ്രഹമായി മാറും. അതായത് ഈ ഗ്രഹങ്ങൾക്ക് ചുറ്റും ഭൂമി വലം വയ്ക്കും. കാരണം യുറാനസിനാണെങ്കിൽ ഭൂമിയുടെ 15 മടങ്ങും നെപ്റ്റ്യൂണിന് 17 മടങ്ങുമാണ് മാസ്. ഈ ഗ്രഹങ്ങളുടെ ശക്തമായ ഗ്രാവിറ്റി കാരണം ഭൂമിയിലെ അവസ്ഥകളൊക്കെ അതിതീവ്രമാകും.
എല്ലാ ദിവസവും പിന്നെ നമുക്ക് സുനാമികൾ കാണാം. അതും സാധാരണ സുനാമികളേക്കാൾ ആയിരക്കണക്കിന് മടങ്ങ് ശക്തമായ സുനാമികളായിരിക്കും. അതുമാത്രമല്ല, അവയുടെ ഗ്രാവിറ്റി കാരണം ഭൂമിയിൽ നിരന്തരമായി ഭൂമികുലുക്കങ്ങളും ഉണ്ടാകും. ഭൂമിയിൽ പിന്നെ ജീവിതം സംശയകരമാണ്. ഏതാനും ചില ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഭൂമി യുറാനസിന്റെ അല്ലെങ്കിൽ നെപ്റ്റ്യൂണിന്റെ ഉള്ളിലേക്ക് വീണ് പൂർണ്ണമായും നശിക്കും. സൗരയൂഥത്തിലെ രണ്ടാമത്തെ വലിയ ഗ്രഹമായ സാറ്റേണിനെ നമ്മുടെ ചന്ദ്രന്റെ സ്ഥാനത്തിൽ വയ്ക്കുകയാണെങ്കിൽ ആ കാഴ്ച കാണാൻ അതിവിസ്മയകരമായിരിക്കും. അതിന്റെ മങ്ങിയ മഞ്ഞ നിറവും ബൃഹത്തായ വളയങ്ങളും തീർച്ചയായും അതുല്യമാണ്. ചന്ദ്രന്റെ 40 മടങ്ങോളം വലിപ്പത്തിലായിരിക്കും സാറ്റേണിനെ നമ്മൾ കാണുന്നത്. അതിന്റെ വളയങ്ങൾക്കാണെങ്കിൽ അതിനേക്കാൾ വലിപ്പമുണ്ടായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ രാത്രി ആകാശത്തിലെ വലിയൊരു ശതമാനവും പിന്നെ സാറ്റേൺ ആയിരിക്കും നിറഞ്ഞു നിൽക്കുന്നത്. വളരെ വേഗം തന്നെ ഭൂമി സാറ്റേണിന്റെ ഉപഗ്രഹമാകും. പക്ഷേ സാറ്റേണിന്റെ ഗ്രാവിറ്റി ഭൂമിയുടെ പാളികളെ മുഴുവൻ ഇളക്കും. അത് കാരണം ഭൂമികുലുക്കങ്ങളും അഗ്നിപർവ്വത വിസ്ഫോടനങ്ങളും ഒക്കെ സംഭവിക്കും. അതിൽ തന്നെ ഏകദേശം എല്ലാ ജീവജാലങ്ങളും നശിക്കും. എന്നാൽ ഏതാനും ചില മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ സാറ്റേണിന്റെ വളയങ്ങളിലെ പാറക്കഷ്ണങ്ങൾ വന്ന് ഭൂമിയിൽ പതിക്കാൻ തുടങ്ങും. നേരത്തെ എന്തെങ്കിലും തരത്തിലുള്ള ജീവജാലങ്ങൾ അവശേഷിച്ചിരുന്നെങ്കിൽ അവയും ഈ പാറക്കല്ലുകളിൽ തീരും. ശേഷം ഏതാനും ചില ദിവസങ്ങൾക്കുള്ളിൽ ഭൂമി ചെന്ന് സാറ്റേണിൽ പതിച്ച് നശിക്കും. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹത്തിനെയാണ് അടുത്ത് നമ്മൾ ചന്ദ്രന്റെ സ്ഥാനത്തിൽ വയ്ക്കുന്നത്. ആകാശത്തിലെ പകുതിയിൽ കൂടുതൽ ഭാഗത്തിലും പിന്നെ ജൂപ്പിറ്റർ ആയിരിക്കും നിറഞ്ഞു നിൽക്കുന്നത്. ആ കാഴ്ച കൗതുകകരമായിരിക്കുമെന്നതിൽ സംശയമില്ല. ക്ഷിപ്രനേരം കൊണ്ട് തന്നെ ഭൂമി ജൂപ്പിറ്ററിന്റെ ഉപഗ്രഹമായി മാറും. സൗരയൂഥത്തിലെ ബാക്കി മുഴുവൻ ഗ്രഹങ്ങളുടെയും മാസ് ഒരുമിച്ച് കൂട്ടിയാലും ജൂപ്പിറ്ററിന് അതിൻ്റെയും 2.5 മടങ്ങോളം മാസ് ഉണ്ടായിരിക്കും. അത്രയേറെ ഭീമാകാരമാണ് ജൂപ്പിറ്റർ. ഇതിന്റെ അതിശക്തമായ ഗ്രാവിറ്റി കാരണം ഭൂമി ആകെ ഉലഞ്ഞു പോകും. അപ്പോൾ ഭൂമിയിൽ ഭീകരമായ ഭൂമികുലുക്കങ്ങൾ എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കും. ആ തീവ്രമായ ഭൂമികുലുക്കങ്ങളിൽ ലോകത്തിലെ എല്ലാ കെട്ടിടങ്ങളും തകർന്നു വീഴും. അപ്പോൾ തന്നെ ഭൂമിയിലുള്ള ജീവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. എന്നാൽ പ്രശ്നങ്ങൾ അവിടെ തീരുന്നില്ല. ഭൂമികുലുക്കത്തിന്റെ ആഘാതത്തിൽ ഭൂമിയുടെ ക്രസ്റ്റ് പാളി ആകെ ഇളകി മറിയും. അനന്തരഫലമായി ലോകം മുഴുവൻ ഘോരമായ അഗ്നിപർവ്വത വിസ്ഫോടനങ്ങൾ സംഭവിക്കുകയും അതിൽ നിന്നും വരുന്ന വിഷപുക പടലങ്ങൾ അന്തരീക്ഷം മുഴുവൻ നിറയുകയും ചെയ്യും. അപ്പോൾ ഭൂമിയുടെ ഉപരിതലം മുഴുവൻ ലാവ കൊണ്ട് മൂടപ്പെടും. അവശേഷിക്കുന്ന ജീവന്റെ കാര്യവും അതോടെ തീരുമാനത്തിലെത്തും. എന്നാൽ ദുരിതങ്ങൾ അവിടെയും തീരുന്നില്ല. ജൂപ്പിറ്ററിന് ഏകദേശം 95 ഉപഗ്രഹങ്ങളുണ്ട്. ജൂപ്പിറ്ററിന്റെ മാരകമായ ഗ്രാവിറ്റി കാരണം ജൂപ്പിറ്ററിന് ചുറ്റും ഒരു കൃത്യമായ ഓർബിറ്റിലാകാൻ ഭൂമിക്ക് കഴിയാത്തതിനാൽ അത് ജൂപ്പിറ്ററിലേക്ക് വീഴാൻ പോകും. ആ സമയത്തിൽ ജൂപ്പിറ്ററിന്റെ ഏതെങ്കിലും ഒരു ഉപഗ്രഹവുമായിട്ട് കൂട്ടിയിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. ഇനി അങ്ങനെ കൂട്ടിയിടിച്ചില്ലെങ്കിലും ചന്ദ്രനെ മാറ്റി ജൂപ്പിറ്ററിനെ സ്ഥാപിച്ച് ഏതാനും ചില മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഭൂമി ജൂപ്പിറ്ററിൽ ചെന്ന് പതിക്കും. അതോടെ ഭൂമി മൊത്തത്തിൽ കത്തിപ്പോകും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഇതുപോലെ കൗതുകവും വിജ്ഞാനവും നിറഞ്ഞ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.